ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ്. ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം മസാലകളൊന്നും ഇടാതെ കുറച്ച് സമയം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. ചിക്കന്റെ ആ ഒരു കളർ മാറി വെള്ള നിറമാകുന്നത് വരെ ഇളക്കുക. ശരി, അപ്പൊ നമ്മുടെ ചിക്കന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത നല്ല ഫ്രഷ് ഗരം മസാല. ഈ ഗരം മസാലയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇനി മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാല മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിക്കണം. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് നല്ല ഫ്രഷ് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടത്തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. തൈര് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡിയായി. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ ചിക്കൻ മസാല ഇവിടെ ഉഷാറായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറ് റെഡിയാക്കാം. ചോറ് കറക്റ്റ് പരുവത്തിൽ കിട്ടിയാലേ ബിരിയാണി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതിനായിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചൂടാക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെള്ളം പൂർണ്ണമായും കളഞ്ഞു വെച്ചിരിക്കുന്ന 3 കപ്പ് ബിരിയാണി അരി ഇതിലേക്ക് ചേർക്കാം. അരി ആ നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരിയുടെ ആ ഒരു വറുത്ത മണം വരുന്നത് വരെ മാത്രം. ഒരുപാട് ഇളക്കി അരി പൊട്ടിച്ച് കളയരുത് കേട്ടോ. അരി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത്. നമ്മൾ 3 കപ്പ് അരി എടുത്തത് കൊണ്ട് 4.5 കപ്പ് വെള്ളം കറക്റ്റ് അളന്ന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് നാരങ്ങാ നീര്, ലെമൺ ജ്യൂസ്. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോറ് വെന്ത് വരുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ അരിമണിയും വേറിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഒരു വലിയ പാത്രത്തിലേക്ക് ആദ്യം പകുതി ചോറിടുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാല മുഴുവനായിട്ട് വെക്കുക. വീണ്ടും മുകളിലേക്ക് ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, അല്പം ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് നെയ്യ്, കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വിതറിക്കൊടുക്കാം. ഇനി ഒരു പ്രത്യേക കാര്യമുണ്ട്. ബിരിയാണിക്ക് നമ്മൾ കളർ കൊടുക്കാൻ ഇവിടെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം ഒരു നാച്ചുറൽ മാജിക് ഇൻഗ്രീഡിയന്റ് ആണ് ചേർക്കുന്നത്, നല്ല ഫ്രഷ് ബീട്രൂട്ട് ജ്യൂസ്. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതും കൂടി ഇതിന്റെ മുകളിലേക്ക് അവിടെ ഇവിടെയായി ഒഴിച്ചു കൊടുക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, ആരോഗ്യത്തിന് ദോഷവുമില്ല. എല്ലാം കഴിഞ്ഞാൽ പാത്രം നന്നായിട്ടൊന്ന് മൂടി വെച്ച് അതിന്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ദം ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കാം. പലതരത്തിലുള്ള ബിരിയാണികൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും, പക്ഷെ സ്വന്തം കൈകൊണ്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ വെക്കുന്ന ബിരിയാണിയുടെ ആ രുചി അത് വേറെ എവിടെ തിരഞ്ഞാലും കിട്ടില്ല. നാച്ചുറൽ കളറും ഫ്രഷ് മസാലയും ചേർത്ത ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിൽ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ.